ഹലോ, ഈ പത്രക്കട്ടിങ് കണ്ടല്ലേ? എന്താല്ലേ, കൊള്ളാമല്ലേ? ഈ ഒട്ടുമിക്ക രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്നത് മലബന്ധം ഉണ്ടാകുമ്പോഴാണ്. വൻകുടൽ ശുദ്ധമല്ലാത്തത്. വൻകുടലെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പ്ലംബിങ്ങിൻ്റെ പൈപ്പില്ലേ, ജലം പോകുന്ന ഒരു കുഴൽ പോലെയാകണം. ഒട്ടും തടസ്സം അതിലുണ്ടാവരുത്. ആ ഒരു രീതിയിൽ നമ്മൾ വൻകുടലിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാവില്ല, രോഗങ്ങളും ഉണ്ടാവില്ല. ഇന്നത്തെ മനുഷ്യൻ്റെ ആഹാര രീതി എന്ന് പറയുന്നത് മലബന്ധത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. പഴവർഗ്ഗങ്ങളും വേവിക്കാത്തതും വേവിച്ചതുമായ പച്ചക്കറികളുമാണ് ദഹനം സുഗമമാക്കുന്നത്. കൂടുതലും ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരാൾക്ക് മലബന്ധം ഉണ്ടാവുകയില്ല. നമ്മുടെയൊക്കെ ഡോക്ടർമാർ ഒരർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. ചെറുതായി ഒന്ന് മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ. ഞാൻ മിക്കപ്പോഴും, അതായത് മാസത്തിലൊരു പ്രാവശ്യം അല്പം ആവണക്കെണ്ണ രാത്രി കുടിച്ചുകൊണ്ട് വയറ് ചെറുതായിട്ട് ഇളക്കാറുണ്ട്. അതിനുശേഷം എനിക്കൊരു വളരെ ശരീരത്തിനൊരു ശാരീരികമായിട്ട് വളരെ സുഖവും കിട്ടും. അവനവൻ്റെ ആരോഗ്യസ്ഥിതി, ഇപ്പോൾ നിലവിലുള്ള രോഗത്തിൻ്റെ സ്ഥിതി എല്ലാം ഒക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറികൾ കഴിക്കുക.